പൊട്ടാത്തൊരു ഡാം, ഇതുവരെ പൊട്ടാത്തൊരു ഡാമിനെ കുറിച്ചാണ് സാർ ഇങ്ങനെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഉറപ്പിച്ച് പറയണം, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്. ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ഞാൻ സാറിനെ കുറിച്ചും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ വീഡിയോ കണ്ടല്ലോ അല്ലേ? അപ്പം റുസൽ ജോയ് എന്ന് പറഞ്ഞ ഈ അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലെ. മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂ ഇത്രയും അധികം വൈറലാക്കിയതും ഇത്രയും അധികം സംസാരിച്ചതുമായ ഒരു വ്യക്തി ഇദ്ദേഹം തന്നെയായിരുന്നു. അതിന് ബേസ് ചെയ്ത് ഒരുപാട് ഇന്റർവ്യൂസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നും അദ്ദേഹത്തോട് ഏത് ഉറക്കത്തും ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മുല്ലപ്പെരിയാർ പൊട്ടും തന്നെയാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്നത്. സോ അദ്ദേഹം അത്ര രീതിയിൽ തന്നെ പ്രതികരിച്ച ഒരു വിവാദം വേറെ ഇല്ല എന്നുള്ളതാണ്. കാരണം വയനാടിന്റെ ഇഷ്യൂ സംബന്ധിച്ചപ്പോൾ വീണ്ടും അദ്ദേഹം പുറത്തു വന്നു, വീണ്ടും ഇതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞു. ഇന്ന് ഏറ്റവും കൂടുതൽ മുല്ലപ്പെരിയാർ എന്നുള്ളത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ജനങ്ങളുടെയും ടെൻഷൻ സംസാരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയാണ് എന്നുള്ളതാണ്. സോ ഇദ്ദേഹത്തെ അത്രയധികം ഒരുപാട് പേര്, കാരണം ജനസപ്പോർട്ട്, ജനപിന്തുണ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഒരുപാട് വാല്യൂബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്റർവ്യൂ ചെയ്യുമ്പോൾ സ്വതവേ നിങ്ങൾക്കറിയാം, കാരണം ഇദ്ദേഹത്തിന് അത്രയും ഇന്റർവ്യൂസ് ആണ് കുറഞ്ഞ നാളുകൾ കൊണ്ട് കിട്ടിയത് എന്നുള്ളതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വാലിഡ് ആണ്. അദ്ദേഹം പറയുന്ന ഓരോ പോയിന്റ്സും അതിശക്തമായിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്രയും ഇന്റർവ്യൂസും അത്രയും ജനസപ്പോർട്ടും പിന്തുണയും ഒക്കെ കിട്ടുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പം ബാക്കി ഇന്റർവ്യൂ നമുക്ക് കാണാം. ഈ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ജനസപ്പോർട്ട് മുഖേന തന്നെ വരുന്ന അദ്ദേഹത്തിന് ആ ആങ്കർ. എന്തായാലും ഇന്റർവ്യൂ കണ്ടിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം. സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് സന്ദർഭത്തിന് മുല്ലപ്പെരിയാർ ആദ്യത്തെ അണക്കെട്ടാണ് കേരളത്തിലെ. ആ ആദ്യത്തെ അണക്കെട്ട് അത്രയും അധികം ശ്രദ്ധയോടുകൂടി നിർമ്മിച്ച ഒരു വലിയ അണക്കെട്ട്, ഇത്ര അടി ഉയരത്തിൽ ഇത്രയും വർഷത്തേക്ക് വേണ്ടി പാട്ടക്കാരാർ എഴുതിയ അണക്കെട്ട്. ആ അണക്കെട്ട് പൊട്ടുമെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതുവരെ അത് പൊട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞ കാലാവധിക്കാളും 70+ ഇയേഴ്സ് അത് കൂടി. അതായത് ഏതാണ്ട് 50 വർഷം കഴിഞ്ഞും 70 വർഷങ്ങൾക്ക് അപ്പുറവും അത് പോയിരിക്കുന്നു. അപ്പോഴും അതൊരു ജയന്റ് ആയിട്ട്, ഒരു ബാഹുബലിയെ പോലെ അത് നിൽക്കുവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെയും അത് പൊട്ടാത്തതിന് പൊട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭീഷണി മുഴക്കുന്നത് എന്തിനാണെന്നാണ്? വെറുതെ കിടന്നിറങ്ങുന്ന ജനങ്ങളുടെ ഉറക്കം കളയുന്നത് എന്തുകൊണ്ടാണ്? പക്ഷെ സാറ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, 1400-കളിൽ ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടായി, ഇങ്ങനെ മനുഷ്യർ 20 അടിയോളം താഴ്ച നിന്ന് മനുഷ്യ മൃതദേഹങ്ങൾ കിട്ടി. ഓക്കെ, ഫൈൻ, അതൊരു ഫാക്ട്. ഫസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലെ? അപ്പം ഈ ഒരു വീഡിയോയില് ഇദ്ദേഹം പറയുന്നത്, അതായത് ഈ പുള്ളിക്കാരി പറയുന്നത്, ഡാം പൊട്ടും എന്ന് പറയാതെ പൊട്ടിയിട്ടില്ലല്ലോ ഇതുവരെ എന്നുള്ളതാണ്. അപ്പം ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടാണോ പൊട്ടെന്ന് പറയുന്നത്? ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ധാരണ എന്ന് പറയുന്ന സാധനമില്ല, മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരോടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള ധാരണ ഇദ്ദേഹത്തിന് ഒട്ടുമില്ല എന്നുള്ളതാണ്. അപ്പം മുല്ലപ്പെരിയാർ പൊട്ടുമോ പുച്ഛിച്ച രീതിയിലുള്ള ചോദ്യമാണ്. ഇദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരെ വെച്ചിട്ട് ഇദ്ദേഹം ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലേഡി ഭയങ്കര ഒരു ഈഗോ അല്ലെങ്കിൽ ജാട നിറഞ്ഞ രീതിയിലുള്ള ചോദ്യങ്ങളും ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇദ്ദേഹം ഇതുവരെ ഓരോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗസ്റ്റിനോടും ചോദിച്ചിട്ടുള്ളൂ. പല രീതിയിലും നമുക്ക് തന്നെ ഇറങ്ങി രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹം അതേ മെത്തേഡ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ വൈറലാവാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം പറയുന്ന ഒരു രീതിയിലും ഞാൻ യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ പിന്നെ എന്താണ് യോജിക്കുന്നത്? വയനാട് സംഭവിച്ച ദുരന്തത്തെ കുറിച്ച് ഇതിനു മുന്നേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ദുരന്തം സംഭവിക്കും, വയനാട് ഇതുപോലൊരു ദുരന്തം സംഭവിക്കുമെന്ന്. ആരും കേട്ടിട്ടില്ല. ദുരന്തം സംഭവിച്ചപ്പോ പുന്തി വരാൻ തുടങ്ങി. ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു, ഇന്നാളന്ന് പറഞ്ഞിരുന്നു, ഇവരന്ന് പറഞ്ഞിരുന്നു, ഒരു പ്രിക്കോഷൻസും ഇതേവരെ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് രംഗപ്രവേശനം ചെയ്തു. അപ്പൊ സംഭവിച്ചു. അതും ഇതുപോലെ ഒരു കാര്യമാണ്. എത്ര വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു വാസ്തവം വേണ്ടെന്ന് മനസ്സിലാക്കാതെ എന്താ? ഇദ്ദേഹത്തിനൊന്നും കിട്ടാനില്ല. ഇദ്ദേഹം വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇദ്ദേഹത്തിന് എന്താ സംഭവിക്കുന്നത്? ഇദ്ദേഹം ഇനി ഇതുപോലൊരു ദുരന്തം നടക്കാൻ പാടില്ല നമ്മളെ കേരളത്തിൽ എന്ന് വ്യക്തിപരമായിട്ടൊരു താല്പര്യമുള്ളതുകൊണ്ടും വ്യക്തിപരമായിട്ടൊരു മനുഷ്യത്വം ഉള്ളതുകൊണ്ടുമാണ് ഇദ്ദേഹം ഇത്രയും രീതിയിൽ അത് പറയുന്നത്. ഇത്രയും അടിച്ചേൽപ്പിച്ച് പറയുമ്പോഴും നിങ്ങൾ പറയുന്നു ബാഹുബലിയെ പോലെ നിൽക്കുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല. അത് നിർമ്മിച്ച ഒരു വ്യക്തി വരെ പറഞ്ഞിട്ടുണ്ട് എന്ത്? 50 വർഷമാണ് അതിന്റെ ആയുസ് എന്നുള്ളത്. 50 വർഷം കഴിഞ്ഞിട്ട് മുല്ലപ്പെരിയാർ ഇത്രയും കാലം അത് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു ശരാശരി ആയുസ് എന്ന് പറയുന്നത് 60 വയസ്സാണെന്ന് വിചാരിക്കാം. നിങ്ങളൊരു 30, 35 പോട്ടെ 40 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചു. ഓക്കെ, നല്ല സ്ട്രോങ് ആയിട്ടും ആരോഗ്യവശാലും ജീവിച്ചു. നിങ്ങളുടെ വയസ്സ് 60 വയസ്സാണ്. 60 വയസ്സ് കഴിഞ്ഞു നിങ്ങളൊരു 70, 80, 90 വയസ്സ് വരെ ജീവിച്ചു വെക്കാം. ഒരു 40 വർഷം കൂടി എക്സ്ട്രാ നിങ്ങൾ എടുത്തോളൂ, കുഴപ്പമില്ല. നിങ്ങൾ അന്ന് എന്നാൽ ആ 40 വർഷം നിങ്ങൾ എങ്ങനെയായിരുന്നോ ജീവിച്ചത് അതുപോലെ ആയിരിക്കും നിങ്ങൾ 90-ാമത്തെ വയസ്സിലും നിങ്ങൾ ഉണ്ടാവുക? ആണോ?
ആണോ? ഒരിക്കലല്ല. നിങ്ങളുടെ ബോൺ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ ശരീര പ്രകൃതി മാറിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് പ്രായമായിട്ടുണ്ടാവും, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ കൈകാലുകൾ മരവിച്ചിട്ടുണ്ടാവും, എല്ലാം കേൾവി ശക്തി കുറഞ്ഞിട്ടുണ്ടാവും, പല്ല് കൊഴിഞ്ഞിട്ടുണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും ഇല്ലേ? ഇതുപോലെ തന്നെയാണ് എവരിതിങ് ഹാസ് എ വാലിഡിറ്റി. ഒരു വാലിഡിറ്റി, ഒരു നിങ്ങൾ ഉപയോഗിക്കുന്ന ATM കാർഡിന് ഒരു വാലിഡിറ്റി ഉണ്ട്. ഇത്ര വർഷത്തിനുള്ളിൽ അത് എക്സ്പയർ ആവും, വീണ്ടും നമ്മൾ കൊടുക്കണം. അതുപോലെ ഒരു എക്സ്പയർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. അത് എഴുതി വെച്ച ആളും പറഞ്ഞു 50 വർഷമാണ് ആ ഡാമിന്റെ ആയുസ്, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പുനർനിർമ്മിക്കണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കി വെച്ച, അതായത് നിർമ്മിച്ച ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ലോജിക്കായിട്ട് ചിന്തിക്കാതെ നിങ്ങൾ പറയുന്നത് ഇത് പൊട്ടില്ല. നിങ്ങൾ ആരെ കാണിക്കാനാണ് ഇന്റർവ്യൂ നടത്തുന്നത്? അല്ലെങ്കിൽ ഇതുപോലൊരു വ്യക്തിയെ വിളിച്ച് അപമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങളൊരു മനുഷ്യനാണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് എന്തും പറയാം, എന്തും ചെയ്യാം എന്നുള്ളതല്ല. ഒരാളെ വിളിച്ച് ഇന്റർവ്യൂ നടത്തുമ്പോൾ ഒന്നെങ്കിൽ ക്വാളിറ്റി ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇന്റർവ്യൂ ആയിട്ട് ഇരിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ഈഗോയും ജാടയും കാണിച്ച് നിങ്ങൾക്ക് വൈറലാവാനാണ്, നിങ്ങൾ സംഭവം അറിയിക്കാനാണെങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് വളരെ മോശമാണ്. നിങ്ങൾ എയറിലാണെന്നും കൂടി വേണം പറയാൻ. മനസ്സിലായോ? അടുത്തത് കിടക്കാം. പക്ഷേ ഭൂകമ്പം ഉണ്ടായാൽ തകരാത്ത എന്താണ് ഈ ഭൂമിയിലുള്ളത്? ഒന്നുമില്ല. ഭൂകമ്പം ഉണ്ടായാൽ അത് മുല്ലപ്പെരിയാർ എന്നല്ല, ഇടുക്കി എന്നല്ല, മൊത്തം തകരും. അതൊരു നഗ്ന സത്യമാണ്. അപ്പൊ അത് പേടിച്ച് നമുക്ക് ഇപ്പൊ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇവിടെ ഇരുന്ന് പറ, എന്നെ ശാരീരിക സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. വേണ്ട. എനിക്ക് എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം. പൊട്ടാത്തൊരു ഡാം, ഇതുവരെ പൊട്ടാത്തൊരു ഡാമിനെ കുറിച്ചാണ് സാർ ഇങ്ങനെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഉറപ്പിച്ച് പറയണം, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്. ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ സാറിനെ കുറിച്ചും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഇതുവരെ വരാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ജനങ്ങളെ പാനിക് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയുന്നതല്ലാന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. പിന്നെ ആരാണ് മൈക്കുകളിലൂടെ അല്ലെങ്കിൽ ഈ ചാനലുകളിലെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾ അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറയുന്ന വ്യക്തിയാണ് മുൻനിരയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം പറയുന്നത്. ഇപ്പൊ പൊട്ടും, അല്ലെങ്കിൽ ജലബോംബ് ഉണ്ടാകും, ഹിരോഷിമയെക്കാളും 108 മടങ്ങ് 150 മടങ്ങ് ജനങ്ങളിലേക്ക് അത് എത്തും എന്നൊക്കെ പറയുമ്പോൾ അത് 1940 വരാത്ത കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം, അതായത് സംഭവിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം ചാനലിലൂടെ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ്. എന്തിനാണ് ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങളൊരു ഇന്റർവ്യൂ ചെയ്യുന്നത്? എന്തിനാണ്? എന്ത് കാര്യത്തിനാണ്? ഇദ്ദേഹത്തെ അപമാനിക്കാനാണോ? അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടൂല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണോ? അതോ നിങ്ങൾ ഇവരെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പോഴും പറയുന്നു പൊട്ടുന്നതിനേക്കാൾ മുന്നേ അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതുണ്ട്. അദ്ദേഹം പറയുന്നത് പൊട്ടും, ദുരന്തം സംഭവിക്കും എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട നിയമ നടപടി ഉപയോഗിച്ച് പാനിക് ആവണം. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യർ ഓരോരുത്തരും പാനിക് ആവണ്ടേ? നാളെ എന്തെങ്കിലും നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ അപ്പുറം ഇപ്പുറം നോക്കിയിട്ടല്ലേ റോഡ് ക്രോസ് ചെയ്യുന്നത്? അല്ലാതെ എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ അവിടെ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടാണോ കിടക്കുന്നത്? അല്ല, നിങ്ങൾ വരെ നിങ്ങളെ ശ്രദ്ധിച്ചാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ അപ്പുറം ഇപ്പുറം നോക്കിയിട്ടല്ലേ പോണേ? ഹെൽമെറ്റ് ധരിച്ചല്ലേ പോണേ? എന്തിന്? നിങ്ങൾ മരിക്കില്ല, നിങ്ങൾക്ക് എന്താ ഉറപ്പ്? നിങ്ങൾ പിന്നെ എന്തിന് ഹെൽമെറ്റ് വെക്കണം? എല്ലാം ഒരു പ്രിക്കോഷൻസ് ആണ്. അത് പ്രിക്കോഷൻ എന്താന്ന് പോലും അറിയാതെ, ഒരാളുടെ സേഫ്റ്റി എന്താന്ന് പറയാതെ, ഒരു മനുഷ്യത്വം എന്താണെന്ന് അറിയാതെ നിങ്ങൾ സംസാരിക്കുന്ന രീതിയെ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. നിങ്ങളുടെ വർത്തമാനം കൊണ്ട് എനിക്ക് യോജിക്കാൻ പറ്റും. നിങ്ങൾ എനിക്കൊരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയുന്നത് നാടിന്റെ നന്മയ്ക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോക്കറ്റ് കൊണ്ടുവെക്കാനല്ല. ഡാം നന്നാക്കിയിട്ട് ആ പൈസയും കൊണ്ട് അദ്ദേഹത്തിന് പോക്കറ്റ് കൊണ്ടുവെക്കാനല്ല, അല്ലെങ്കിൽ ഡാം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവെക്കാനല്ല. ഒരു നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നതെങ്കിൽ അത് ആലോചിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു മനുഷ്യനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അടുത്തേക്ക് കിടക്കാം. 40 അല്ലെങ്കിൽ 1918 മഹായുദ്ധത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അത്രയും ഘോരമാണെന്ന് പറയുമ്പോൾ അത്രയും ഭീതി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ട് താങ്കൾ തന്നെ പറയുന്ന ഒരു മണ്ടന്മാരാണ്, അത് കേൾക്കില്ലെന്ന്. അപ്പൊ പിന്നെ കാണിക്കുന്ന പ്രഹസനത്തിന്റെ അർത്ഥം എന്താണ്? ഈ ഹിരോഷിമയില് അമേരിക്ക ഇട്ട ബോംബിന്റെ 180 ടൈംസ് സാർ തന്നെ പറഞ്ഞാണ് ഒരു ചാനൽ. എന്തുവരെയും പഠിച്ചു ശാരിക? എന്തുവരെ പഠിച്ചു? ഞാൻ MA ലിറ്ററേച്ചർ ആണ്. ഇത്രയും പഠിച്ചിട്ടുണ്ടല്ലേ? അതെ. ഇതൊരു 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് പറയാൻ പറ്റും. അതായത് 850 മീറ്റർ ഉയരത്തിൽ 15 TMC വെള്ളം 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് കെട്ടി നിർത്തിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് പറയാൻ പറ്റും. അതേ ഞാൻ പറഞ്ഞോളൂ. അത് കേൾക്കുമ്പോൾ പാനിക് ആവണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് കേൾക്കണവനാണ്. ബുദ്ധിയുള്ളവൻ ചിലപ്പോൾ പാനിക് ആവുമായിരിക്കും. ഒരു മൂർഖൻ പാമ്പ് ഈ മുറിയിലുണ്ട്, നിങ്ങൾ പാനിക് ആവരുത്, നിങ്ങൾ കട്ടിലേ കയറി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അതല്ല. ഞാൻ കട്ടിലേ കയറി കിടന്നുറങ്ങാനല്ല. ഒന്നെങ്കിൽ ഞാൻ പുറത്ത് കിടക്കും, അല്ലെങ്കിൽ പാമ്പിനെ പുറത്താക്കും. ഇത് ചെയ്യണമെന്നാണ് ഇത് ഇതിന്റെ വടിയിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇത്ര നേരം ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞു സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് പോയിന്റ്. അതാണ് ശരി.
ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മിനിമം കോമൺ സെൻസ് 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് ആ കണക്ക് നോക്കിയാൽ മനസ്സിലാവും. ശരിയാണ്, എത്ര TMC വെള്ളമാണ് അവിടെ കെട്ടി നിൽക്കുന്നത്. ഇത്ര സ്ക്വയർ ഫീറ്റിൽ കെട്ടി നിൽക്കുമ്പോൾ ആ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഹിരോഷിമയിൽ വീണ ആറ്റം ബോംബിനേക്കാളും വലിയ ദുരന്തം തന്നെയാണത്. നികത്താൻ പറ്റാത്ത ദുരന്തമാണ്. അതിന്റെ ഫോഴ്സ് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല. നിങ്ങൾ MA ലിറ്ററേച്ചർ പഠിച്ചതിന് കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ വല്ല LKG പിള്ളേരെ അടുത്ത് പോയിരിക്കൂ. അതായിരിക്കും കുറച്ചും കൂടി യോഗ്യത എന്നുള്ളതാണ്. ഇതുപോലെ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഞാൻ കാണുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് പാനിക്കായിട്ട് ആരും ആരുടെ ജോലിക്കും പോകണ്ട, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം, ആരും എവിടെയും പോകണ്ട, ആരും കഴിക്കണ്ട കുടിക്കണ്ട എന്നല്ല പറയുന്നത്. ശ്രദ്ധ വേണം എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ മനുഷ്യനും ശബ്ദം ഉയർത്തണം, എങ്കിൽ മാത്രമാണ് ഇതിനൊരു പോംവഴി ഉണ്ടാവുള്ളൂ. നാളെ ഡാം പൊട്ടി എന്തെങ്കിലും ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയോ, ഓ അന്നും അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ സപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹത്തിന്റെ വാക്ക്. നിങ്ങൾ ആളെ കുറിച്ച് എന്ത് പഠിച്ചു എന്നാ പറയുന്നത്? നിങ്ങൾ ആളെ കുറിച്ച് പറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്, ആളെ കുറിച്ച് പഠിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് എന്തറിയാം? എടോ, ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് വൈറലാവാനും ഇദ്ദേഹത്തിന് വേറെ കാര്യങ്ങൾ എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലൊരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് എന്നെ പോലെ ഇരുന്ന് സംസാരിച്ചാൽ മതി. ഇദ്ദേഹത്തിന് ഒരുപാട് റീച്ചും കിട്ടും, ഒരുപാട് ഇതും കിട്ടും. അതിന് മുല്ലപ്പെരിയാർ വേണം തന്നെയില്ല. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒരുപാട് പേര് കാലങ്ങളായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട്. എല്ലാം ഒരു നമുക്ക് ദുരന്തം എന്ന് പറയുന്നത് നടക്കുമ്പോൾ മാത്രം ദുരന്തം എന്ന് പറയുന്ന ഒരു കാര്യമല്ല. ഇത് സംഭവിക്കാതിരിക്കാനും നോക്കണം. സംഭവിച്ചു കഴിയുമ്പോൾ നഷ്ടങ്ങൾ വരുന്നത് ഓരോ മനുഷ്യനാണ്. ഇദ്ദേഹം പറയുന്നത് പൊട്ടാൻ സാധ്യതയുണ്ട്, പൊട്ടും, അതിന് മുന്നേ ഒരു പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളൂ അദ്ദേഹം പറയുന്നുള്ളൂ. അത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? അത് നല്ലൊരു കാര്യമല്ലേ? നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എല്ലാവരും സ്മരിക്കും. അന്ന് അദ്ദേഹം അത്രയും പറഞ്ഞിരുന്നു. സംഭവിച്ചില്ലെങ്കിൽ അത്രയും നല്ലത്, ശരിയാണ്. പക്ഷെ ഒരു പ്രിക്കോഷൻ എടുത്തൂടെ? അതിനെന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിനെ നിങ്ങൾ ഒന്നെങ്കിൽ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ദുരന്തം സംഭവിക്കുന്ന ഏരിയ ആയിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇത്ര നിസ്സാരമായി അതിനെ കാണുന്നതാണ്. ഞാൻ പറയട്ടെ, ഒരു കാരണം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മാറ്റർ വരുമ്പോൾ അതിൽ നമ്മൾ മനുഷ്യന്മാർ ഇടപെടാതെ ഒരിക്കലും ഒരു സാധനത്തിന് അതിജീവിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അവിടെ ദുരന്തം സംഭവിച്ചു, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളും രക്ഷപ്പെടില്ല. അല്ലെങ്കിൽ അവിടെ നടക്കാനുള്ളതല്ലേ, ഞാൻ അതിൽ എന്തിനാ ഇടപെടണേ? എന്ത് കാര്യം? ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ വേദന അറിയുള്ളൂ. ഓരോ മനുഷ്യന്റെ ജീവനും വില ഉണ്ടോ? ഇത് നിസ്സാരമാക്കിയിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഉയരാത്തെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഇതെല്ലാം കേട്ടും കൊണ്ട് മിണ്ടാതിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് തരം ജനങ്ങളാണെന്ന് ദേവഗൌഡാജി ചോദിച്ചു, മുൻ പ്രധാനമന്ത്രി. ഇതുവരെ പൊട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ, ഇതുവരെ പൊട്ടാത്ത ഒരു കല്ല് പോലും അടർന്നു വീഴാത്ത ഡാമിനെ കുറിച്ചല്ലേ സാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് 118 വർഷം പഴക്കമുണ്ടായിരുന്ന ഡെസും സാഗർ ഡാം ഇങ്ങനെ തന്നെയായിരുന്നു. ചൈനയിലെ ബാങ്കിയോ ഡാം ഇങ്ങനെ തന്നെയായിരുന്നു. 36 ഡാമും ഇന്ത്യയിൽ തകർന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. എന്ന് കരുതി മുല്ലപ്പെരിയാർ തകരണമെന്നുണ്ടോ? തകരാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ഡാറ്റാസ്, നമ്മുടെ കയ്യിലുള്ള എക്സ്പേർട്ട് റിപ്പോർട്ട്സ്. ഐക്യരാഷ്ട്ര സംഘടന അക്കാഡമിക് വിങ് ഇവിടെ വന്ന് പഠിച്ച് അവര് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട്. എന്ത് അഹങ്കാരമാണല്ലേ, എന്തൊരു അഹങ്കാരമാണ് സംസാരം. നോക്കൂ, എന്ന് വെച്ച് തകരണമെന്നുണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ വീടും കുടക്കിയെടുത്തിട്ട് ആ ഡാമിന്റെ അടിയിൽ പോയി നിങ്ങൾ താമസിക്കും. നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ടോ അത്രയും ദിവസം താമസിക്കും. എടോ, ഇന്നല്ലെങ്കിൽ നാളെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ. ചിലപ്പോൾ നിങ്ങൾ ചത്ത് കഴിഞ്ഞിട്ടായിരിക്കും ഡാം പൊട്ടുക. ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു ഇന്നത്തെ ഒരു തലമുറ കഴിഞ്ഞിട്ടായിരിക്കും നാളത്തെ തലമുറയിലായിരിക്കാം ഇത് പൊട്ടുന്നത്, അല്ലേ? അന്നും ഉണ്ടാവുന്നത് ദുരന്തം തന്നെയാണ്. ഇന്ന് ഇന്നില്ല, ഇന്ന് പൊട്ടിയില്ല, അതുകൊണ്ട് നാളെ അത് പൊട്ടൂല എന്നാണോ? അല്ല. ഇന്ന് സംഭവിക്കുന്ന പല ദുരന്തങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്, ആണോ? അല്ലേ? വയനാട് സംഭവിക്കുന്നു പറഞ്ഞു, എല്ലാവരും പറഞ്ഞു സംഭവിക്കൂല. എന്ത് സംഭവിക്കാൻ? അവിടെ ഒന്നും സംഭവിക്കാനില്ല. സംഭവിച്ചില്ലേ? ഫ്ലഡ് വന്നില്ലേ? 2018 ഫ്ലഡ് വന്നില്ലേ? എല്ലാം സംഭവിക്കേണ്ടത് എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു ദുരന്തം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത്രയും രീതിയിൽ ഒരുപാട് പേര് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ദുരന്തമാണ് മുല്ലപ്പെരിയാർ എന്നുള്ളത്. അത് ഇത്രയും ആൾക്കാർ അത് അത്രയും ശക്തമായിട്ട് പറയുമ്പോൾ അതിനെ ഇത്ര നിസ്സാരമാക്കി കാണുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ വേണം ആദ്യം ഇവിടുന്ന് ചൂടെടുത്ത് തയ്ക്കാൻ. ഇതൊരാൾ പറയുന്നത് പാനിക് ആക്കാനോ അല്ലെങ്കിൽ മതഭ്രാന്തരാക്കിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഭ്രാന്തന്മാരാക്കിയിട്ട് മനുഷ്യനെ ഉറങ്ങാൻ കിടത്താണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രിക്കോഷന് വേണ്ടിയിട്ടാണ്. നാളെ ഇങ്ങനൊരു സംഭവം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താ നിങ്ങൾ ആ രീതി ചിന്തിക്കാത്തതെന്നുള്ളതാണ് എൻ്റെ. നിങ്ങൾ MA ലിറ്ററേച്ചർ പഠിച്ച് ഇത്രയും പഠിപ്പും വിവരവുമുള്ള വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ ണ്ടല്ലോ IIT റൂർക്കി പറഞ്ഞില്ലേ, ഇത്ര ഏജൻസികൾ പറഞ്ഞു. കേരള ഗവൺമെന്റ് തന്നെ നിയമിച്ച വിദഗ്ധ
സമിതികൾ പറഞ്ഞു, എല്ലാം പോട്ടെ, ഒരു റിപ്പോർട്ടും എടുക്കണ്ട, ഇത് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലാണ്, ഇവിടെ ഏത് നിമിഷവും റിക്ടർ സ്കെയിലിൽ 7 വരുന്ന ഭൂകമ്പം ഉണ്ടാകും എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടും ജനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാനാ? ജനങ്ങളുടെ വഴിക്ക് പോട്ടെ, അല്ലാണ്ട് എനിക്കൊന്നും പറയാനൊന്നുമില്ല. അതെ, അപ്പൊ സാറി പറയുന്നത് നിർത്തണ്ടേ? ഞാനാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ജീവനുള്ള കാലത്ത് നിർത്തൂല. കാരണം എന്റെ മുമ്പിൽ മുണ്ടക്കൈയിൽ ഒരു കൈ 1 കിലോമീറ്റർ അകലത്തിലും, ഇപ്പൊ ഈയിടെ ഇന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഒരു ശരീരം കിലോമീറ്റർ അകലെ പോയിന്ന്. എത്ര ശക്തിയോടെ ഭൂകമ്പമായിരിക്കണം, വെറും ഉരുൾപൊട്ടലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കിലോമീറ്ററുകൾക്കകലെ ഒരു ശരീരം പോയി കിടന്നു എന്ന്. ആ മനുഷ്യനും അമ്മയുണ്ട്, ആ മനുഷ്യനും അച്ഛനുണ്ട്, ആ മനുഷ്യനും സഹോദരങ്ങളുണ്ട്, ആ മനുഷ്യനും വൈകുന്നേരം ആകുമ്പോ മിഠായി കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കളുണ്ട്, ഇല്ലേ? അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോ ഞാൻ ഇങ്ങനെയേ സംസാരിക്കൂ. അതിന് എന്ത് പ്രതിബന്ധം വന്നാലും എനിക്കൊരു ചുക്കൂല. കാരണം ഈ നോട്ട് കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ച് അതിന്റെ മുകളിൽ മരിച്ചു കിടക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. ഞാൻ അങ്ങനെ മരിച്ചു കിടക്കാനല്ല ആഗ്രഹിക്കുന്നത്, നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തുനിന്ന് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇവർ ലാസ്റ്റ് പറയാൻ പോകുന്ന പോയിന്റ് പ്രശസ്തനായിട്ട് മരിക്കാനായിരിക്കില്ല എന്നാണ്. അപ്പം അദ്ദേഹത്തിന്റെ പ്രശംസയ്ക്ക് അല്ലെങ്കിൽ പ്രശസ്തയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ രീതിയിലുള്ള സംഭവം ചെയ്യുന്നതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതുപോലുള്ള ഇന്റർവ്യൂസിനെ അല്ലെങ്കിൽ ഇന്റർവ്യൂവറെ വെച്ചിട്ട് ഒരിക്കലും ഇന്റർവ്യൂ നടത്തരുത്. മനുഷ്യന്റെ അതായത് മാനുഷിക മൂല്യം പരിഗണിക്കാത്ത അല്ലെങ്കിൽ അതിനെ വാല്യൂ കൊടുക്കാത്ത ഒരു വ്യക്തിയെയും ഇന്റർവ്യൂവറായിട്ട് നിയമിക്കരുത്. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഈ വ്യക്തിയോട് എനിക്ക് ഭയങ്കര രീതിയിൽ ദേഷ്യം വരുന്നു എന്നുള്ളതാണ്. എത്ര നിസ്സാരമാക്കിയിട്ടാണ് ഒരു ദുരന്തത്തെ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന അദ്ദേഹം അത്രയും റിപ്പോർട്ടുകൾ പ്രകാരമാണ് സംസാരിക്കുന്നത്. ഒരു റിപ്പോർട്ട്, ഇത്രയും റിപ്പോർട്ടുകൾ കൂടിച്ചേർന്ന് ഹൈക്കോടതി വരെ സംസാരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഇത്ര നിസ്സാരമാക്കി സിമ്പിളാക്കി അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ധാർഷ്ട്യം കാണുന്നുണ്ടോ നിങ്ങൾ? ഈ ഒരു വ്യക്തിയുടെ ധാർഷ്ട്യപ്രകാരം ഇദ്ദേഹത്തിന് ഈ വ്യക്തിയോട് എന്തോ ദേഷ്യമുള്ള പോലെയാണ്. ഈ ഇന്റർവ്യൂവർക്ക് നമ്മുടെ എന്താ പറയാ റുസൽ ജോയിനോട് അദ്ദേഹത്തിനോട് എന്തോ ദേഷ്യമുള്ള പോലെയാണ് ഈ ഒരു വ്യക്തിയുടെ ഒരു പെരുമാറ്റം എന്നുള്ളതാണ്. ആ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതുപോലുള്ള ഇന്റർവ്യൂസ് ശരിക്കും നിർത്തണം എന്നുള്ളതാണ്. ഇതുപോലെ ആക്ഷേപിക്കരുത്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടേ പൊക്കോളുക. അല്ലാതെ നിങ്ങൾ വന്നിട്ട് ഈ കാണിച്ചു കൂടുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ സത്യം പറ ചൂലെടുത്ത് തയ്ക്കുക വേണ്ടത്. MLA ലിറ്ററേച്ചർ പഠിച്ചൂല, എന്ത് തേങ്ങയ്ക്കാണോ താൻ MLA ലിറ്ററേച്ചർ പഠിച്ചത്? ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ഇതാണോ നിങ്ങളുടെ രീതി? റേഞ്ചിന് വേണ്ടിയിട്ട് റിവ്യൂസിന് അല്ലെങ്കിൽ എന്താ പറയാ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാനാണ് ഒരാളെ വിളിച്ചിട്ട്. അദ്ദേഹം ഒരുപാട് റിപ്പോർട്ടുകൾ ഇതൊക്കെ വായിച്ചിട്ട് വേണം ഇന്റർവ്യൂ നടത്താൻ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകൾ നോക്കണം. അദ്ദേഹം പറഞ്ഞ പോലെയുള്ള ചൈനയിലും അവിടെ ഇവിടെയും സംഭവിച്ച ദുരന്തങ്ങൾ, ഇന്ത്യയിൽ അത്രയും ഡാമുകൾ പൊട്ടിയത് ഇതുപോലെ വർഷങ്ങളുടെ പഴക്കമുള്ള ഡാമുകളാണ് പൊട്ടിയത്. അന്ന് സംഭവിച്ച ദുരന്തങ്ങൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതുവരെയുള്ള നിങ്ങളുടെ ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വന്നവരൊക്കെ വെറുപ്പിച്ച് കയ്യിലെടുത്ത് മാത്രമേ നിങ്ങൾ ഇന്റർവ്യൂ നടത്തിയിട്ടുള്ളൂ. നിങ്ങളുടെ ധാർഷ്ട്യം ആൺകുട്ടികളെക്കാളും ആൺപിള്ളേരെക്കാളും ധാർഷ്ട്യമാണ് നിങ്ങൾ. ആ രീതിയിലുള്ള ധാർഷ്ട്യ പ്രകടനമാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ആ ചാനൽ തന്നെ എടുത്ത് എറിയണം ആദ്യം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും വെച്ച് നടക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.